Hi guys, welcome back to my channel. അപ്പം കിൽ എന്ന് പറയുന്ന സിനിമ കണ്ടു. ഒബ്വിയസ്ലി ഞാൻ ഫസ്റ്റ് ഡേ ഞാൻ കാണാൻ വച്ചിരുന്ന ഒരു സിനിമയായിരുന്നു. കുറേ പ്രശ്നങ്ങൾ കൊണ്ട് എനിക്കത് ഇപ്പോഴാണ് ഞാൻ കാണാൻ പറ്റിയത്. എടുത്തു പറയേണ്ട കാര്യം, ഈ പടത്തിലെ സെൻസർ ബോർഡിനൊരു വലിയൊരു നന്ദി പറയണം. കാരണം നമുക്ക് ഒരു സീൻ പോലും ഒരു സെൻസറും ചെയ്യാതെ പച്ചയ്ക്ക് നമുക്ക് കാണിച്ചു തന്നതിന് അതിനാദ്യം ഒരു നന്ദി സെൻസർ ബോർഡിനോട് പറഞ്ഞു വിട്ടതുള്ളൂ. അതില്ലെങ്കിൽ ഈ പടം കണ്ടിട്ട് ഒരു കാര്യമില്ല. പടം ഡയറക്റ്റഡ് ബൈ നിഖിൽ നാഗേഷ് ഭട്ട്. എക്സലന്റ് മേക്കിംഗ്. ഒരു സ്റ്റോറി സെൻസോടുകൂടി പുള്ളിക്കാരൻ ഈ പടെടുത്തെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും വലിയ ശരി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ഷൻ സിനിമ, ഒരു അമ്മാതിരി ഒരു വേറെ ലെവൽ, ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഗോറൊക്കെ ഇങ്ങനെ എടുക്കാന്ന് നേരത്ത് അതിൽ വർക്കൗട്ട് ആണ്. ചെറിയ ചെറിയ കുറച്ച് ഇമോഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസണോടുള്ള കാര്യം, ഒരു പോയിന്റ് വേണം. എങ്കിൽ മാത്രമേ ആ ചെയ്യുന്ന ഫൈറ്റിനും ആ ഒരു പടത്തിനും കാണുന്ന നമുക്ക് ഒരു ഗുമ്മുണ്ടാവത്തുള്ളൂ. അത് കറക്റ്റായിട്ട് ഇമോഷണലും എല്ലാ കാര്യവും വർക്കൗട്ട് ആക്കിക്കൊണ്ട് തന്നെയാണ് ഈ പടം മുന്നോട്ട് പോകുന്നത്. ഒബ്വിയസ്ലി സെക്കൻഡ് ഹാഫ് തൊട്ട് പിന്നെ അങ്ങോട്ട് റേഞ്ച് അങ്ങോട്ട് മാറുകയാണ് ചെയ്യണത്. ആക്ച്വലി ഈ പടം ഒരുപാട് ഫിലിം ഫെസ്റ്റിവലിനൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ ഓഡിയൻസിൽ നിന്ന് ഭയങ്കര ഒരു കിടലം പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടിയത്. അന്ന് തൊട്ട് ഞാൻ നോട്ടീസ് ചെയ്തിരുന്നു ഈ പടം മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. എൻ്റെ ബാഡ് ലക്ക്, വേറെ എന്ത് പറയാൻ പറ്റും. ഇതിലത്തെ എടുത്തു പറഞ്ഞ മെയിൻ ആക്ടറിനാണ് എൻ്റെ അമ്മ. പുള്ളിക്കാരനൊക്കെ എടുത്ത് പറഞ്ഞു. പുള്ളിക്കാരൻ്റെ പേര് ലക്ഷ്യ എന്നാണ്. വെരി നൈസ് നെയിം. പുള്ളിക്കാരൻ ആക്ച്വലി ഇതിന് മുന്നേ കുറച്ച് സീരിയൽസിലേക്കാണ് അഭിനയിച്ചത്. പുള്ളിക്കാരൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് സ്റ്റാർട്ടിങ് എന്ന് വേണമെങ്കിൽ പറയാം, കിട്ടില്ല. പിന്നെ രാഘവ് ജുയാൽ. ആക്ച്വലി ഈ പുള്ളിക്കാരനെ എടുത്ത് പറയാം. കാരണം ഈ പുള്ളിക്കാരനെ ഞാൻ മുന്നേ കണ്ടൊരു സിനിമ തന്നെ, കിസി കി ബായ് കിസി കാ ജാൻ എന്ന് പറഞ്ഞൊരു സിനിമ സൽമാൻ ഖാൻ്റെ. അയ്യോ, ഞാൻ അതിൽ ഇവനെ വെറുത്ത് എറിഞ്ഞാണ്. പക്ഷെ ഇതിൽ എന്നെ മൊത്തം സാറ്റിസ്ഫൈഡ് ആയി കളഞ്ഞു. എന്നെ ഞെട്ടിച്ച് കളഞ്ഞെന്ന് പറയാം. പിടിച്ച പെർഫോമൻസ് ആയിരുന്നു. ഒന്ന് പറഞ്ഞാൽ നമുക്കൊരു തൃപ്തി തന്നു. ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു ആക്ഷൻ സ്റ്റോക്ക് വില്ലൻ അല്ലെങ്കിൽ നമുക്ക് വില്ലനായിട്ട് കാണാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങൾ വിട്ടു തന്നിട്ടുണ്ടായിരുന്നു സിനിമയിൽ. അതിന് ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. പിന്നെ ആശിഷ് വിദ്യാർത്ഥി കൊണ്ട് കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ മെയിൻ ആക്ട്രസ് തന്യ മണിത്തല. എടുത്തു പറയട്ടെ, ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ കുറേ നടിമാരുണ്ട്. ഒരു ആവശ്യമില്ല ചപ്പും ചവറിനും വേണ്ടി, കുറേ റൊമാൻസിന് വേണ്ടി മാത്രം കൊണ്ടുവരണം. പക്ഷേ ഈ സിനിമയിൽ ഈ പുള്ളിക്കാരിക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പുള്ളിക്കാരിയാണ് കഥ തന്നെ മാറ്റണത്. എല്ലാ സംഭവങ്ങളും മാറ്റി മറിക്കുന്ന ഈ ഒറ്റ പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരിക്ക് ഇമ്പോർട്ടൻ്റ് റോൾ തന്നെ സിനിമയിലുണ്ട്. ഭംഗിയായിട്ട് ചെയ്തിട്ടുമുണ്ട്. ആ ഇമോഷൻസും എല്ലാം തന്നിട്ട് തന്നെയാണ് പടം എൻഗേജ് ആയിട്ട് പോകുന്നത്. ഇതിലത്തെ മ്യൂസിക് ശാശ്വത അടിപൊളി മ്യൂസിക്കാണ്. റിയലി എൻജോയ്ഡ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലെങ്കിൽ പോലും ഞാൻ പടം അങ്ങനെ കണ്ടുകൊണ്ടങ്ങ് ഇരിക്കും. അത് ഭയങ്കര എൻഗേജിങ് ആണ് പടം. നമുക്ക് അയ്യോ, സെക്കൻഡ് ഹാഫ് ഒക്കെ നമ്മൾ തിയേറ്ററിൽ നിന്ന് നമ്മൾ ആ സ്ക്രീനിൻ്റെ അവിടെ നിന്ന് കണ്ണെടുക്കത്തില്ല. അങ്ങനെയാണ് നമ്മൾ പടം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. ദെൻ ആക്ഷൻ സീക്വൻസ് എടുത്തു പറയാൻ കേട്ടോ. ആ പുള്ളിക്കാരൻ ഐ തിങ്ക് ഹീസ് കൊറിയൻ ആണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ്റെ പേരുണ്ട് സേയും ഹോ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. അത് മാത്രമല്ല, പുള്ളിക്കാരൻ ആക്ച്വലി കുറേ സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. ലൈക്ക് വാറിൽ, പിന്നെ ബാങ് ഫൈറ്റർ, ഇതിലൊക്കെ പുള്ളിക്കാരൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട്. പിന്നെ വേറെ ആളുകളുണ്ട്. പിന്നെ പർവീസ് സൈക്ക് എന്ന് പറഞ്ഞ പുള്ളിക്കാരനും അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫൈറ്റ് മാസ്റ്റർ ആയിട്ട്. പുള്ളിക്കാരനും സെയിം ഈ സിനിമയിലൊക്കെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ പ്ലാൻ വർക്കിംഗ് കാരണം എല്ലാം വർക്കൗട്ടുണ്ട്. എൻ്റെ അമ്മോ, ഞാൻ പറഞ്ഞിട്ട് ഈ സിനിമ, ഇങ്ങനത്തെ സിനിമ മലയാളത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വേറെ റേഞ്ച് ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഒരു കിടിലൻ തുടക്കം തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ആനിമൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ആനിമലിൽ കുറച്ച് ഇങ്ങനെ കുറേ റൂളായിട്ട് കുറേ സീനും കാണിച്ച് വെച്ച് പപ്പ എന്ന് പറഞ്ഞ് പിറകെ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു ഇമോഷൻസ് വരത്തില്ല. ഇമോഷൻസ് കുറച്ച് ആ സീനിലുണ്ട്, പക്ഷേ അത്ര ഗോറാക്കേണ്ട ഒരു വയലൻസ് ഒന്നും എനിക്ക് ആനിമലിൽ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇതിൽ ആ ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ കൊണ്ടുവരും സിനിമ. അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ആനിമലിൻ്റെയും ഇതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് ഇതിൽ പക്കയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾ ആനിമൽ 2 ലാസ്റ്റ് സീൻ കാണിക്കുന്നുണ്ട്. അയ്യോ, കുറേ അടിച്ച് വെച്ച് കുറേ അവിടെ നിന്ന് കാണുന്ന ആർക്കും പറയാൻ താഴെ ഒരു സ്പ്രേ വരെ അടിക്കണം എന്നുള്ള കാര്യം മനസ്സിലാവും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ പരിപാടി അല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സാധനമാണ്. നിങ്ങൾ കണ്ടു നോക്കും. ഗോർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനത്തെ ഒരു ഗോർ ഞാൻ കണ്ടിട്ടില്ല. ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ്
ബെസ്റ്റ് ഇന്ത്യൻ ഗോർ ഫിലിം എന്ന് എടുത്തെനിക്ക് പറയാൻ പറ്റും. ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനത്തെ ഒരു അന്യായ ഗോർ സാധനം കണ്ടിട്ടേ ഇല്ല. അത്രയ്ക്കുണ്ട്. സെൻസർ ബോർഡിന് വളരെ വലിയൊരു നന്ദി പറയണം. അതും മലയാളത്തിലും ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതിലും സെൻസർ ബോർഡിന്റെ കയ്യിലായിരുന്നു കാര്യങ്ങളുണ്ടാവും. സെൻസർ ബോർഡ് ഭയങ്കരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടം ആക്ച്വലി ഹോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ജോൺ വിക്കിലെ ഡയറക്ടറാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ് ഈ പടം ഹോളിവുഡിൽ റീമേക്ക് ചെയ്യാൻ പോകുന്നുള്ള കാര്യം. പിന്നെ ഇതിന്റെ സ്റ്റോറി എടുത്ത് പറയണം. ആക്ച്വലി നിങ്ങളെല്ലാം ആറാട്ട് സിനിമ കണ്ടിട്ടുണ്ടല്ലേ മോഹൻലാലിന്റെ? ആ സിനിമയിൽ മോഹൻലാലിന്റെ ബാക്ക് സ്റ്റോറി കാണിക്കുമ്പോൾ ഒരു ട്രെയിൻ റോബറി കാണിക്കത്തില്ലേ? എക്സാക്ട് ആ ഒരു സ്റ്റോറി തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ട്രെയിൻ റോബറി ആണ്. അത് പക്ക ട്രെയിനൊക്കെ ആക്ച്വലി ഒരു പക്ക സെറ്റായിരുന്നു. അതിൽ ആർട്ട് ഡയറക്ടറിനൊക്കെ സമ്മതിക്കണം. ആർട്ട് ഡയറക്ടറിന്റെ പേര് എടുത്ത് പറയണം, മൈഥിലിയും പിന്നെ ജ്യോതി. വണ്ടർഫുൾ ഡോം, അടിപൊളി സാധനമാണ്. ഞാൻ അതിൻ്റെ ബിഹൈൻഡ് സീൻസ് എല്ലാം കണ്ടായിരുന്നു. വെൽ മെയ്ഡ്. അതൊരു കാരണം ആ ഒരു ട്രെയിൻ ആക്ച്വലി ഞാൻ ശരിക്കും തോന്നി ഇതിപ്പോൾ ഇറക്കേണ്ടായിരുന്നു. പടം കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കഴിഞ്ഞ് ഇറക്കിയതെങ്കിൽ ഇച്ചിരി കൂടെ കൊള്ളാമായിരുന്നു. പക്ഷേ നൈസ്, വേറെ കുഴപ്പമൊന്നുമില്ല, വലിയ അലമ്പൊന്നുമല്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് കുറച്ചും കൂടി ഡിലേ ആക്കി എടുത്തിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. ഫുൾ ഗോറിൻ്റെ അങ്ങേറ്റത്തെ കളി. അപ്പം ഞാൻ പറഞ്ഞു വന്ന് ആ ആറാട്ടിൻ്റെ സിനിമ അത് ആ ഒരു റേഞ്ച് പോകുന്ന വേറെ ആ ഒരു സെയിം കണ്ടന്റ് തന്നെയാണ്. പക്ഷെ ഒരാളൊരു 40 പേര് ഇടിച്ചിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറും സാധാരണക്കാരനല്ല, അയാളൊരു പക്ക ആംഡ് കമാൻഡോ ആണ്. പുള്ളിക്കാരനറിയാം ഒരു 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 യുദ്ധം അല്ലെങ്കിൽ ഒരു ഫൈറ്റ് എവിടെ നിന്ന് വന്നാലും എങ്ങനെ ഫേസ് ചെയ്യുന്ന കാര്യം പുള്ളിക്കാരനെ അറിയാം. ആ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ വിച്ച് മേക്ക് സെൻസ്, എല്ലാത്തിനും പക്ക സെൻസ് ഉണ്ട്. പടം ആക്ച്വലി പക്ക ഒരു എ സർട്ടിഫിക്കറ്റ് പടമാണ്. അത്ര ഗോർ സീൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ പടത്തിന് എ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. വേറെ ഒന്നുമല്ല. അനാവശ്യ സോങ്സ് ഇല്ല, അനാവശ്യ ലവ് സീൻസ്, ക്രിഞ്ച്, മസാല സോങ്സ് ഒന്നും ഇല്ലാത്ത ഒരു കിടിലം ആക്ഷൻ വേർത്ത് പടം. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇമോഷണലി കണക്റ്റ് ആവാൻ പറ്റുന്ന ആക്ഷൻ വേർത്ത് പടമാണ്. ഗോ വാച്ചിങ് തിയേറ്റേഴ്സ്. അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് കേട്ടോ, അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ്. പൊളിച്ച സാധനം, ഒരു രക്ഷയില്ല. ബാങ് 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 പടം. സോ അടിപൊളി. ഞാൻ ഇങ്ങനത്തെ ഒരു സിനിമ കണ്ടിട്ട് കുറച്ച് നാളുകളായി സത്യം പറയാം. കൊറിയനിലും ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇന്ത്യയിൽ ഇങ്ങനെ വന്നതിന് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഡയറക്ടർ. സോ നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ ഗായ്സ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC. എല്ലാം ആവട്ടെ.